ഹലോ, ഒന്ന് നിക്കണം. എന്താ സാറോ, ഇനിയും പിടിച്ചോണ്ട് പോയി കൊല്ലാൻ പാകത്തിന് വേറെ ആളെ കിട്ടുമെന്ന് അറിയാനാണോ വരവ്? കൊണ്ടുപോയി കൊന്നത് പോരാന്നുണ്ടെങ്കിലേ ഇനിയുണ്ട് സാറേ. കയ്യിനും കാലിനും ആവതില്ലാത്തൊരു തള്ളയും നല്ല പരുവത്തിന് 2 പെങ്കൊച്ചും കൂടെ അകത്ത് നിൽപ്പുണ്ട്. എന്താ വേണോ കയറി പിടിക്കാൻ? ആഹാ, നല്ല കിടിലൻ പീസൊന്ന് കൂടെ തന്നെ ഉണ്ടല്ലോ. ഇത് പോരെ സാറേ? പിന്നേന്ന് ഇല്ലെങ്കിൽ ഇപ്പൊ ഇയാൾ എന്നെ പിടിച്ചങ്ങ് പൊളന്നാളയും. ഇനി ഇവിടെ പോലീസും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നാട്ടുകാർ നോക്കിയോളാം. ഇയാൾ പോ. ആ ചെല്ല്. ഇല്ലേ ജനം ഇളകും. ഇയാൾ പോറോ, ഇയാൾ പോ. നീ വെറുതെ ഞങ്ങളെ പിടിച്ച് തല്ലല്ലേ? നീ നാട്ടിലുള്ള പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് കൊണ്ടുവല്ലേ? Yes, she was my employee. മോഹൻ തോമസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ട്രെയിനി ലീഗൽ ഓഫീസർ. ആ നിലയ്ക്ക് അവർ കമ്പനി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ടാകാം, കമ്പനി വക വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിന്റെയൊക്കെ പേരിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോയതും ഒടുവിൽ തെളിയിക്കാൻ ഒന്നുമില്ല എന്നറിഞ്ഞപ്പോ കഷ്ടം. ദിസ് ഇസ് എ ക്ലിയർ കേസ് ഓഫ് പോലീസ് ബ്രൂട്ടാലിറ്റി. അല്ല മോഹൻജി, നോ മോർ ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമ്മീഷണർ ഭരചന്ദ്രനോട് നേരിട്ട് എന്ന് ചോദിച്ചാൽ മതി. സാർ, വണ്ടി എടുത്ത് മാറ്റണം. What the hell? Cool it, man! No photograph! Move back! All of you! I said move back! Now, give me all your bullets. Come on! മുമ്പൊരിക്കൽ നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഒരു സാധാ പോലീസുകാരനോട് തായം കളിക്കാൻ നിനക്ക് താല്പര്യമില്ലെന്ന്. ബട്ട് ഇന്ന് എനിക്ക് ബോധ്യമായി നിന്റെ ചീപ്നെസ്. കാലണയ്ക്ക് തല്ലാൻ നടക്കുന്ന കവലച്ചട്ടമ്പികളെ വിട്ട് നാണം കെടുത്തിയാൽ ഞാൻ തോറ്റുപോകുമെന്ന് വിചാരിച്ചു. I just came to warn you. ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി രാഷ്ട്രീയക്കാരനെ പുറം കാലുകൊണ്ട് ചവിട്ടി പുറന്തള്ളി പകരം നിന്നെ പോലുള്ള എംബോക്കികൾക്കെടുത്ത് അമ്മാനമാടാൻ കോടികൾ പ്രസവിക്കുന്ന ഡൽഹി ഉണ്ടല്ലോ, ഹൈടെക്കും ബ്ലൂ ചിപ്പും കമ്പ്യൂട്ടറും കൊണ്ട് കൗബീനം ധരിക്കുന്ന നിന്റെ പുതിയ ഡൽഹി, ഈ ഭരത്ചന്ദ്രൻ ഒന്ന് പിടിമുറുക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഡൽഹിക്കുമാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. ഓർത്തോ,
നിന്റെ ഈ ചിരിയുണ്ടല്ലോ, അധികാരം ഇങ്ങനെ എടുത്ത് കൈക്കുമ്പിളിൽ വെക്കുന്ന ഉപജാപകന്റെ ചിരി. ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോ നിന്റെ മുഖത്ത് ഈ ചിരി ബാക്കിയുണ്ടാവില്ല. ദിസ് ഈസ് യുവർ ലാസ്റ്റ് സ്മൈൽ. Is that all? ഇല്ല, കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നിന്നെ കുളിപ്പിക്കുന്ന ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. ദാ ഇങ്ങനെ. ഇപ്പോൾ ഇത്രയും, ബാക്കി പിന്നീട്. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്.